ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ അവിടെ വ്യാപക പ്രതിഷേധവും ആക്രമണങ്ങളും തുടരുകയാണ്. ജൻസി പ്രക്ഷോഭ നേതാവ് ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം സിംഗപ്പൂരിൽ നിന്ന് ധാക്കയിലെത്തിച്ചു. ഇന്ന് ഖബറടക്കം നടത്തും. അതേസമയം കലാപകാരികൾ വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു. ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷന് നേരെയും ആക്രമണമുണ്ടായി. ജനങ്ങളോട് ശാന്തത പാലിക്കാനും ഇടക്കാല സർക്കാർ നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, ജനങ്ങൾ അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരവസ്ഥ, ഒരു യുവാവിനെ പോലും കൊന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. എന്താണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം അവിടുത്തെ? അനുശ്രീ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പലായനം ചെയ്യപ്പെട്ടതിന് ശേഷം ബംഗ്ലാദേശിൽ അതിരൂക്ഷമായ കലാപ സാഹചര്യമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ ജൻസി പ്രക്ഷോഭത്തിന്, അതായത് സർക്കാരിനെ താഴെയിറക്കിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇൻക്വിലാബ് മഞ്ചിന്റെ കൺവീനർ ആയിട്ടുള്ള ഉസ്മാൻ ഹാദിയ കൊല്ലപ്പെട്ടത്. ഉസ്മാൻ ഹാദിക്ക് നേരെ വെടിവെപ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഉസ്മാൻ ഹാദിയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി സിംഗപ്പൂരിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടിയാണ് ഉസ്മാൻ ഹാദിയുടെ അനുകൂലികളും ഇൻക്വിലാബ് മഞ്ചിന്റെ പ്രവർത്തകരും തെരുവിലേക്ക് ഇറങ്ങുകയും ആ തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭം അക്രമമായി മാറുകയും ചെയ്തത്. വ്യാപകമായ കലാപ സമാനമായ സാഹചര്യം ഇപ്പോഴും ബംഗ്ലാദേശിൽ തുടരുക തന്നെയാണ്. അതിനിടെ സൂചിപ്പിക്കേണ്ടത്, ഇൻക്വിലാബ് മഞ്ചിന്റെ കൺവീനർ ആയിട്ടുള്ള ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ഇപ്പോൾ ധാക്കയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ധാക്കയിലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ഖബറടക്കം നടക്കും എന്നാണ് ഇടക്കാല സർക്കാർ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നാഷണൽ പാർലമെന്റ് ബിൽഡിംഗിന്റെ സൗത്ത് പ്ലാസയിൽ ആയിരിക്കും ഈ ഖബറടക്ക ശുശ്രൂഷകൾ നടക്കുക എന്നതാണ് ഇടക്കാല സർക്കാരിന്റെ അറിയിപ്പായി വന്നിട്ടുള്ളത്. അതേസമയം ഇൻക്വിലാബ് മഞ്ച് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് മണിക് മിയ അവന്യൂവിൽ ആയിരിക്കും സംസ്കാര ചടങ്ങിന്റെ പ്രാർത്ഥനകൾ നടക്കുക എന്നതാണ്. ഒപ്പം ഈ ഉസ്മാൻ ഹാദിയുടെ കുടുംബാംഗങ്ങൾ ഉസ്മാൻ ഹാദിയുടെ സ്മാരകം, സ്മൃതി കുടീരം ഷഹബാഗിൽ നിർമ്മിക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ കവി ആയിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ ദേശീയ കവി എന്നറിയപ്പെടുന്ന കാസിം നസ്രുൽ ഇസ്ലാമിൻ്റെ ശവകുടീരത്തിന് സമീപം ആയിരിക്കും ഈ മൃതദേഹം ഖബറടക്കുക എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണമില്ല. കാരണം നിലവിൽ ബംഗ്ലാദേശിൻ്റെ ഭരണം എന്നത് നൊബേൽ സമ്മാന ജേതാവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ആണ്. ആ സർക്കാരാണ് ഇപ്പോഴും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പക്ഷേ ഇൻക്വിലാബ് മഞ്ചിന്റെ പ്രവർത്തകരുടെയും ഒപ്പം തന്നെ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദിയുടെ കുടുംബാംഗങ്ങളുടെയും ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ധാക്കയിൽ എത്തിച്ച ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ അക്രമാസക്തരാകാനുള്ള സാധ്യതയുണ്ടോ? ഇതിലെന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ, നിയന്ത്രണങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നുണ്ടോ? അനുശ്രീ, ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന് കാര്യക്ഷമമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുതാപരമായ വിവരം. അതായത് സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സ്ഥാനമൊഴിയപ്പെട്ടതിന് ശേഷം കലാപ സമാനമായ സാഹചര്യം ആയിരുന്നു ഉള്ളത്. പ്രത്യേകിച്ച് പാർലമെന്റ് മന്ദിരം അടക്കം ജൻസി പ്രക്ഷോഭകർ കൈയടക്കുന്നു. ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത്, ജൻസി പ്രക്ഷോഭത്തിന്റെ ഒരു പ്രത്യേകത എന്നത് അതിനൊരു സംഘടിത സ്വഭാവം ഇല്ല എന്നതാണ്. മറ്റു പ്രക്ഷോഭങ്ങൾ പോലെ ഒരു കൃത്യമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടല്ല ഈ ജൻസികൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ജൻസികൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുള്ള നിരവധി ആളുകൾ ഉണ്ട് എന്നതാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് നിരവധിയായ പ്രവർത്തകരും പിന്തുണയ്ക്കുന്നവരുമായ ആളുകളുണ്ട്. അതേസമയം പ്രധാനപ്പെട്ട എതിരാളി എന്നത് ഖാലിദാസിയ ആണ്. ഖാലിദാസിയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരും നിരവധിയായ ആളുകളാണ്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന വർഷങ്ങളായി ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ നിന്നടക്കം വിട്ടുനിൽക്കുകയും തെരഞ്ഞെടുപ്പിൽ വിലക്ക് നേരിടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുടരുന്ന നിരവധിയായ ആളുകളുണ്ട്. ഇൻക്വിലാബ് മഞ്ചിനെ, അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദിയെ നേതൃത്വം നൽകിയ സംഘടനയെ പിന്തുടരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇതാ അടുത്ത തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ നിലവിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ തെരുവിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഒരു അടിസ്ഥാനപരമായ സ്വഭാവമില്ല എന്നതാണ് ഈ ഇടക്കാല സർക്കാരിന് വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മേഖലയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിൻ്റെ സ്വഭാവമായിരിക്കില്ല മറ്റൊരു പ്രദേശത്തുണ്ടാകുന്ന
കലാപത്തിന്. എന്തായാലും വലിയ തോതിൽ ഒരു വർഗീയ സംഘർഷത്തിനും ഇത് വഴിയൊരുക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനമാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഫലൂക ഉപസില എന്ന് പറയുന്ന മേഖലയിലെ ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ അതിക്രൂരമായാണ് കൊലപാതകികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മതനിന്ദ ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ ദീപു ചന്ദ്രദാസിനെ ഇവർ കൊലപ്പെടുത്തിയത് എന്നതാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമായിരുന്നു ധാക്കയിലെ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനങ്ങളായ ഡെയിലി സ്റ്റാർ ഒപ്പം പ്രൊത്തോം ആലോ എന്ന ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഓരോ സംഘടിത സ്വഭാവവും ഉള്ള പ്രക്ഷോഭകർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്നത് വ്യത്യസ്തമാണ്. ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ കലാപം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെയാണ് ഈ സർക്കാർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഇപ്പോഴാകട്ടെ ഈ സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൗധരി രാജിവെക്കണം എന്ന ഒരു ആവശ്യം ആണ് ഇൻക്ലാബ് മഞ്ച് ഉയർത്തുന്നത്. കാരണം ഈ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഉസ്മാൻ ഹാദിയെ കൊല്ലപ്പെട്ടത് മദ്രസയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സമയത്താണ്. 2 പേർ ആണ് ബൈക്കിൽ എത്തി വെടിയുതിർത്തത്. അജ്ഞാതരായി ഇവർ എവിടേക്ക് രക്ഷപ്പെട്ടു എന്നതിൽ വ്യക്തതയില്ല. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇവർ ഇന്ത്യയിലേക്കാണ് കടന്നത് എന്ന തരത്തിൽ ഇന്ത്യ വിരുദ്ധമായ മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ് ഇൻക്ലാബ് മഞ്ചിന്റെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യം ഇതിനെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം നേരത്തെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള സപ്ത സഹോദരിമാർ എന്ന് അറിയപ്പെടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് മുതൽ ത്രിപുര വരെയുള്ള സംസ്ഥാനങ്ങളെ വിഘടിപ്പിക്കും, അതിന് എല്ലാ ഒത്താശയും ചെയ്തു നൽകും എന്ന് ബംഗ്ലാദേശിലെ നേതാക്കൾ പറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നു. ബംഗ്ലാദേശിൽ പാകിസ്ഥാന് വലിയ സ്വാധീനം ഇപ്പോൾ ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു നിരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട്. ചൈന പോലെയുള്ള മറ്റ് രാജ്യങ്ങളടക്കം നൽകുന്ന സഹായങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെ ഒരു ചെറിയ രാജ്യമായി തന്നെയാണ് ഇന്ത്യ കണക്കാക്കുന്നത് എങ്കിൽ പോലും അയൽ രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിൽ ഇപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് കണക്കാക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഒരുപക്ഷെ അനുശ്രീ സൂചിപ്പിക്കുന്ന പോലെ ഇന്നത്തെ ദിവസം കൂടുതൽ വൈകാരികമായ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അത് ഇൻക്ലാബ് മഞ്ചിന്റെ പ്രവർത്തകരുടെ പ്രതിഷേധം ആണ്. ഈ ഇൻക്ലാബ് മഞ്ച് എന്ന സംഘടനയോട് എതിർപ്പുകളുള്ള ഇതര രാഷ്ട്രീയ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് താനും. അവർ തമ്മിലുള്ള ഒരു സംഘർഷ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്തായാലും സർക്കാരിനെ താഴെ ഇറക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചിട്ടുള്ള ആൾ ആണ് ഉസ്മാൻ ഹാദിയ എന്ന 32-കാരൻ. ആ ഉസ്മാൻ ഹാദിയുടെ ജീവൻ നിലനിർത്താൻ പോലും ഇടക്കാല ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇൻക്ലാബ് മഞ്ചിന്റെ പ്രവർത്തകർ വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അനുശ്വരൻ. അഭിലാഷ്, അതുപോലെ തന്നെ ഇടക്കാല സർക്കാരിനെതിരെ പോലും പ്രക്ഷോഭകർ തിരിഞ്ഞ ഒരു സാഹചര്യം. അവിടെ ഒരു സമാധാന ചർച്ച, ഈ പ്രക്ഷോഭകരുമായി സർക്കാരിന് നടത്താവുന്ന സമാധാന ചർച്ചയ്ക്ക് പോലും ഒരു ഇടമില്ല എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും മുഹമ്മദ് യൂനിസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നും കഴിഞ്ഞ ദിവസവും ഉണ്ടായിട്ടുള്ള പ്രസ്താവന ജനങ്ങൾ ഒരു കാരണവശാലും നിയമം കയ്യിൽ എടുക്കരുത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു വർഗീയ സ്വഭാവത്തോടു കൂടിയുള്ള പ്രക്ഷോഭം കൂടിയാണ് എന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണം നടക്കുന്നു, അവരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നു, അവരുടെ കെട്ടിടങ്ങൾ, വീടുകൾ അഗ്നിക്ക് ഇരയാക്കുന്നു, കെട്ടിടങ്ങൾ തല്ലി തകർക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങൾക്ക് തീയിടുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. അതിന് ഇടയിലായിരുന്നു നേരത്തെ സൂചിപ്പിച്ച ദീപു ചന്ദ്രദാസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടത്. ഈ യുവാവ് കൊല്ലപ്പെട്ടതിന് ശേഷം ഇടക്കാല സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം എന്നത് അക്രമകാരികളെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല, മാറുന്ന ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കും, അതാണ് ഈ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിന്റെ ലക്ഷ്യം എന്ന പ്രസ്താവന കൂടിയാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ ഈ പ്രസ്താവനകൾക്ക് അപ്പുറത്തേക്ക് സൈന്യത്തെ അടക്കം പ്രയോഗിക്കാൻ ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം കാണാം എങ്ങനെയാണ് അവിടെ അക്രമകാരികൾ അഴിഞ്ഞാടുന്നത് എന്ന്. അവർ മാരകായുധങ്ങൾ, ദൃശ്യങ്ങളിൽ തന്നെ ചുറ്റിക പിടിച്ചിട്ടുണ്ട്, വടിവാൾ പോലെയുള്ള ആയുധങ്ങൾ പിടിച്ചിട്ടുണ്ട്. അഗ്നിക്കിരയാക്കുമ്പോൾ അത് എത്ര ഭയാനകമായ കാഴ്ചയാണ് ബംഗ്ലാദേശിൽ എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ നേർസാക്ഷ്യമായി മാറുന്നു. അവിടെ ഏതാനും ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൈന്യത്തെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് ആ സൈന്യം കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ സാധ്യമാകുന്നത്. ഇവിടെ സർക്കാർ
സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ കലാപത്തെ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനോ അല്ലെങ്കിൽ കലാപത്തെ അമർത്തുന്നതിനോ ശേഷിയുള്ള ഒരു സൈനിക സംവിധാനം അവിടെ ഇല്ല, ബംഗ്ലാദേശിൽ ഇല്ല എന്നത് തന്നെയാണ് ഇടക്കാല സർക്കാരിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോഴുള്ളത് ഒരു ഇടക്കാല സർക്കാർ മാത്രമാണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനം അല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസിനെ താൽക്കാലികമായി ഒരു സർക്കാരിന്റെ ചുമതലക്കാരനാക്കി നിർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് യൂനിസിനും ഈ സർക്കാർ സംവിധാനങ്ങളെ കാര്യക്ഷമമായി ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കലാപകാരികൾ സ്വയം അടങ്ങുക, അതല്ല എങ്കിൽ ഈ സംഘടനകളുടെ നേതൃത്വം നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ അതിപ്പോൾ അവാമി ലീഗിൻ്റേതാകട്ടെ, ബീഗം കാളിദാസിയുടേതാകട്ടെ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടേതാകട്ടെ, ഇൻക്ലാബ് മഞ്ചിൻ്റേതാകട്ടെ, ആ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ആഹ്വാനപ്രകാരം ഈ കലാപകാരികൾ സ്വയം പിൻവലിയുക എന്നത് മാത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ സാധ്യമാകുന്ന ഒന്ന്. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തിന് ഇവരെ അനുനയിപ്പിക്കാനോ ഈ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാനോ സാധിക്കുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഇൻക്ലാബ് മഞ്ചിൻ്റെ പ്രവർത്തകരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും ആ കുടുംബം ഉൾപ്പെടെ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തു നൽകുമെന്നും ഉള്ള ഉറപ്പ് ഈ ഇൻക്ലാബ് മഞ്ചിൻ്റെ പ്രവർത്തകർക്ക് സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒന്നും അതിൽ തൃപ്തരല്ല ഇൻക്ലാബ് മഞ്ചിൻ്റെ പ്രവർത്തകർ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇടക്കാല സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, അതുപോലെ വാഗ്ദാനങ്ങൾ, ഉറപ്പുകൾ ഇതെല്ലാം ലംഘിക്കുകയാണ്. ഇത്തരം ഉറപ്പുകൾ കൊണ്ട് കാര്യമില്ല. ജനങ്ങൾക്ക്, അതായത് അവരുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒന്നും സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ജഹാംഗീർ ആലം ചൗധരി ഉടൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യം അടക്കം ഉയർത്തിക്കൊണ്ട് ഇപ്പോഴും തെരുവിൽ നൂറുകണക്കിന് ഇൻക്ലാബ് മഞ്ച് പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അനുശ്രീ. ശരി, KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.